നമുക്കറിയാം പിണറായി വിജയന്റെ വീട്ടിലൊരു റെയ്ഡ് നടന്നു. അത് നടന്നിട്ട് ഇപ്പൊ 1-2 ആഴ്ചയായി. ഇപ്പോഴാണ് എം.വി. ഗോവിന്ദന് വെളിവ് വരുന്നത്. അതായത് അന്ന് റെയ്ഡ് നടത്തിയതിൽ CPM നടത്തിയ ആക്രമണം അത് മോശമായിപ്പോയി. അതായത് അത്രയും വേണ്ടായിരുന്നു, അതിൽ കടന്നു എന്നുള്ള രീതിയിലുള്ള. അപ്പൊ ഇത്രയും ദിവസം എടുത്തോ ഗോവിന്ദന് ആ ഒരു വെളിവ് വരാനായിട്ട്? CPM എന്ന പാർട്ടിക്ക് വൈകിയാണ് ബോധോദയം ഉദിക്കൂ എന്ന് നമുക്ക് ഇന്നും ഇന്നലെ കൊണ്ടല്ല കുറച്ച് നാളുകളായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അത് തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റ മുതൽ അവർ സമ്മതിച്ചിരുന്നില്ല ആ പരാജയം. അത് മാത്രമല്ല ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് അവർ സമ്മതിച്ചത്. ഭരണവിരുദ്ധ വികാരവും ജനങ്ങളിൽ നിന്നുള്ള തിരിച്ചടിയും എല്ലാം കൊണ്ടാണ് ആ പാർട്ടിക്ക് ഇത്ര ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന്. അതുപോലെ മറ്റൊരു വെളിപാടാണ് ഇപ്പോൾ MV ഗോവിന്ദന് അല്ലെങ്കിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയ MV ഗോവിന്ദന് ഉണ്ടായിരിക്കുന്നത്. മാസപ്പടി കേസിൽ ഈ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് അത് ചെയ്യേണ്ടിയിരുന്നില്ല, അത് അല്പം കടന്ന കൈയായി പോയി എന്നുള്ള ഒരു ബോധോദയം വന്നത് ഇപ്പോഴാണ്. അത് എന്തുകൊണ്ടാണെന്നറിയില്ല, അദ്ദേഹത്തിന് കുറച്ച് താമസിച്ച ഇതുപോലുള്ള കാര്യങ്ങളിൽ അല്പം ക്ലിക്ക് ആവും എന്നുള്ളതാണ്. പക്ഷേ ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇതൊരു CPM അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിന്റെ ഇടയിൽ കൂടെയും പറയുന്നുണ്ട്, അതായത് 8 മണിക്കൂർ റെയ്ഡ് നടത്തിയിട്ടാണ് സഖാക്കൾക്ക് രോക്ഷമുണ്ടായത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് എന്നൊക്കെയാണ് ഒരു ന്യായീകരണം അതിന്റെ ഇടയിലൂടെ നടത്തുന്നുണ്ട്. എന്നിട്ടും പാർട്ടി പൂർണ്ണമായിട്ട് അങ്ങോട്ട് സമ്മതിക്കാൻ പാട്. ED ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് ചെയ്യുന്ന ആ സമയത്തും ഈ സഖാക്കൾക്കൊപ്പം എത്തിയ MV ഗോവിന്ദൻ അവിടെ ഒരു കലാപരൂക്ഷിതമായിട്ടുള്ള ഒരു അവസരമൊരുക്കാൻ അല്ലെങ്കിൽ അന്തരീക്ഷം ഒരുക്കാനുള്ള ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ കൂടി അറിവോടെയാണ് ആ ഒരു ആക്രമണം നടന്നത്. എന്തുകൊണ്ട് ആ ഒരു സമയത്ത് തടഞ്ഞില്ല എന്ന് വെച്ചാൽ അവർ ആ ഒരു പാർട്ടിയുടെ ശക്തി അല്ലെങ്കിൽ സംഘാടക ബലം കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരു പൊറോട്ട നാടകത്തിന്റെ ഫലമായിട്ടാണ് അവിടെ അതുപോലെ ഒരു പാർട്ടി പ്രവർത്തകർ സംഘടിക്കുകയും അല്ലെങ്കിൽ ഈ ഇറങ്ങി വരുന്ന ഉദ്യോഗസ്ഥരെ അത്രയേറെ കണ്ട് വാഹനം ഉൾപ്പെടെ തല്ലിപ്പൊളിക്കുകയും കയ്യേറ്റ ശ്രമത്തിന് നടത്തിയത്. എന്നിട്ടും ഇത് ഒരു 1-2 ആഴ്ച എടുത്തു ഇതുപോലെ ചെയ്തത് തെറ്റായി എന്ന്. പക്ഷെ അപ്പോഴും പറയുന്നു ഈ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ഒരു ED റെയ്ഡ് എന്നുള്ളത്. ഈ ഉദ്യോഗസ്ഥരെ വെച്ച്, അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെ വെച്ച് ഒരു കമ്മ്യൂണിസ്റ്റിനെ വേട്ടയാടാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് അനുവദിക്കില്ല. അതുപോലെ ഒരു പ്രവണതയെ ഈ CPM എന്നുള്ള പാർട്ടി ചേർത്ത് തോൽപ്പിക്കും എന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് കൂടി ഈ ഒരു പ്രസ്താവനയുടെ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ MV ഗോവിന്ദൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, പിണറായി വിജയനെ ഇതിലേക്കൊന്നും വലിച്ചിഴക്കരുത്, പിണറായി വിജയൻ ഇതിനൊന്നും ഇല്ല. അപ്പം ഈ എന്താണ് ഉദ്ദേശിച്ചത്? ED-ക്കകത്തോട്ട് ED അന്വേഷണത്തിലും പിണറായി വിജയൻ ഇല്ലെന്നാണോ? അതും മറ്റൊരു കാര്യത്തിലും പിണറായി വിജയനെ ഇടയ്ക്ക് ഏറ്റണ്ട, പിണറായി വിജയൻ ഒരു മാന്യനാണ് അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്തൊരു വ്യക്തിയാണെന്നാണോ പറയുന്നത്? കഴിഞ്ഞ LDF സർക്കാരിനെ നയിച്ചത് അതല്ലെങ്കിൽ 10 വർഷം കേരളം ഭരിച്ചത് പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി എന്ന പദത്തിലായിരുന്നു പിണറായി വിജയന്റെ സ്ഥാനം. ആ ഒരു പിണറായി വിജയന്റെ ഒരു ഹോൾഡിന്റെ ഒറ്റ ബലത്തിലാണ് ഇതുപോലെ ഒരു മാസപ്പടി കേസ് ഉണ്ടാവുന്നത് തന്നെ. അപ്പോൾ ആ ഒരു കേസിൽ ഇദ്ദേഹവും ഉൾപ്പെടുന്നുണ്ട്. അദ്ദേഹം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പാർട്ടി ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് CPM എന്നുള്ള പാർട്ടിക്ക് ED-യെ ഭയം തുടങ്ങി എന്നുള്ളതിന്റെ ഒരു പ്രധാന തെളിവാണ് ഇന്ന് നടത്തിയ ആ ഒരു പ്രതികരണം. ഇപ്പം ചേട്ടൻ പറഞ്ഞില്ലേ, കുറച്ച് അന്ന് ED റെയ്ഡ് നടത്തിയപ്പം അവിടെ മുതിർന്ന നേതാക്കൾ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു എന്ന്. അന്ന് നമുക്കറിയാം ഇപ്പൊ എത്ര പേരാണ് ED ആക്രമിച്ചതിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന ഒരുപാട് പേര്. അന്ന് ഈ MV ഗോവിന്ദന് ഈ ഒരു വെളിവ് വന്നിരുന്നെങ്കിൽ ഈ സഹാക്കൾക്കൊന്നും ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. MV ഗോവിന്ദൻ ഒരു സമയോചിതമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ ഒരു ആക്രമണത്തിന് മുതിരരുത് എന്ന് പാർട്ടി പ്രവർത്തകരോട് സമയോചിതമായ ഇടപെടലിലൂടെ അല്ലെങ്കിൽ അവർക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു കേസും ഉണ്ടാവില്ലായിരുന്നു. ഇതുപോലെ വന്ന് എന്താ പറയുക, ഒരു വെളിപാട് കേരളത്തോട് പറയേണ്ടിയും വരില്ലായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? ആ ഒരു സമയത്ത് ഈ ഒരു ആക്രമണത്തിന് MV ഗോവിന്ദനും അല്ലെങ്കിൽ V ശിവൻകുട്ടി കൂടാതെ അകത്തിരിക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ പുറത്തിറങ്ങി വന്ന പിണറായി വിജയൻ ഉൾപ്പെടെ ഈ ഒരു ആക്രമണ സംഭവത്തെ മൗനാനുവാദം നൽകി പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതിന്റെ ഫലം അനുഭവിച്ചത് ആരാണ്? ഇപ്പോൾ നിലവിൽ ജയിലിൽ കിടക്കുന്ന കുറച്ച് SFI, DYFI അല്ലെങ്കിൽ CPM-ലെ കുറച്ച് പ്രവർത്തകർ. ഈ ഒരു പ്രവർത്തകർ ജയിലിൽ കിടന്ന് അനുഭവിക്കുന്നതിന്റെ ഉള്ള ഒരു ഉത്തരവും കൂടി ഈ MV ഗോവിന്ദനും പിണറായി വിജയനും ചേർന്ന് പറയണം.
പിണറായി വിജയൻ ഇതിന് സമ്മതിക്കുക മാത്രമല്ല, കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഇതിനെ പ്രതികരിച്ചത് സമാധാനപരമായ ആക്രമണം എന്ന് കൂടിയായിരുന്നു. ആ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് അവരുടെ കാറും തല്ലി പൊളിച്ചതൊക്കെയായിരുന്നു പിണറായി വിജയന്റെ സമാധാനപരമായ കാര്യം. ഇതുവരെ ഇതിന് തെറ്റാണെന്നൊരു പറഞ്ഞു വന്നില്ല. എം.വി. ഗോവിന്ദൻ എനിക്ക് തോന്നുന്നു ഇത്രയും എതിർപ്പുകൾ വരുന്നത് കൊണ്ടായിരിക്കും ഇതിൽ സമ്മതിച്ചു വന്നത്. അല്ല, സ്വന്തം ശൈലി തന്നെ തെറ്റാണെന്ന് പ്രവർത്തകർ പറഞ്ഞിരുന്നു. അതായത് ഡിവൈഎഫ്ഐ അല്ല, അതുപോലെയുള്ള സംസ്ഥാന സമിതി നേതാക്കൾ വരെ ഈ ഒരു പിണറായി വിജയന്റെ പല പ്രവർത്തികളും അല്ലെങ്കിൽ പല സംസാരങ്ങൾ, ചില നേരത്തെ ഇടപെടലുകളും ചില നേരത്തെ പ്രയോഗങ്ങൾ വരെ അത് വേണ്ടിയിരുന്നില്ല, അനൗചിത്യപരമായിട്ടുള്ള ഒരു പ്രയോഗമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോലും അതിനെ തിരുത്താനോ അതിനെ ഖണ്ഡിക്കാനോ അല്ലെങ്കിൽ അതിനെ പെരുമാറ്റ ശൈലി കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിനെ ഒരു മാറ്റം കൊണ്ടുവരാൻ, വ്യതിയാനം കൊണ്ടുവരാനോ ഈ ഒരു പിണറായി വിജയനോ അല്ലെങ്കിൽ എം.വി. ഗോവിന്ദനോ ശ്രമിച്ചിരുന്നില്ല. പിന്നെയും ചങ്കരൻ തെങ്ങുമേൽ തന്നെ എന്നുള്ള ഒരു രീതിയിലാണ് ഇവർ രണ്ടുപേരും ഇപ്പോഴും കേരളത്തിൽ ഇങ്ങനെ ആ ഒരു CPM-ലെ പ്രവർത്തനം നടന്നു പോകുന്നത്. ഇനിയും ഇതുപോലുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും. ഇവരുടേതായിട്ടുള്ള പ്രസ്താവനകൾ ഓരോന്നും വരും. ഓരോ സഹാക്കന്മാരെ ഒരു പ്രകോപിതരാക്കി ഓരോ ചെയ്തികൾ ചെയ്തു കൂട്ടും. അവർ അനുഭവിക്കുന്നത് ആ ഒരു താഴെക്കിടയിലുള്ള സാധാരണ പ്രവർത്തകരായിരിക്കും. ഇവർക്ക് എന്തെങ്കിലും പാർട്ടിയുടെയോ അല്ലെങ്കിൽ നിയമത്തിന്റെയോ പല ആനുകൂല്യങ്ങൾ കിട്ടി ഇവർ സേഫ് ആവും. പക്ഷെ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന സാധാരണ പ്രവർത്തകർക്കാണ് ഈ നിയമത്തിൻ്റെതായിട്ടുള്ള ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു അത് മനസ്സിലാക്കാനുള്ള ബോധമുള്ള ഒരു മുതിർന്ന നേതാക്കളാണെങ്കിൽ അണികളോട് പറയണം, നിങ്ങൾ ഒരു കാരണവശാലും വികാരക്ഷോഭത്തിന് അടിമപ്പെട്ട് ഇതുപോലുള്ള അക്രമത്തിന് മുതിരരുത്. പക്ഷെ CPM എന്നുള്ള ഒരു പാർട്ടിയുടെ പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും ഇവർ സമാധാനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകണം എന്ന് പറയില്ല. വെട്ടൊന്ന് മുറി രണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണ് അല്ലെങ്കിൽ ആ ഒരു മനോഭാവമാണ് കേരളത്തിലെ CPM-ന്. അത് നമുക്ക് മുൻപുള്ള സംഭവങ്ങൾ കണ്ടാൽ തന്നെ പറയാം. അല്ലെങ്കിൽ ആ ഒരു നടന്ന സംഭവത്തെ ഏറ്റവും കൂടുതൽ ന്യായീകരിക്കാനും ഇതുപോലുള്ള സഹാക്കൾ വേദിയിലേക്ക് വരികയും ചെയ്യും, പൊതുജനങ്ങൾക്ക് ഇടയിലേക്ക് വരികയും ചെയ്യും. പക്ഷെ അവർ പൊതുജനങ്ങൾ തെറ്റെന്ന് പറയുമെങ്കിലും ഇവർ ഉള്ളുകൊണ്ട് അംഗീകരിക്കില്ല. ഉള്ളുകൊണ്ട് അംഗീകരിച്ച് തെറ്റ് തിരുത്തിയല്ല ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പൊതുജനങ്ങളുടെ മുന്നിൽ ഇതുപോലെ ന്യായീകരണങ്ങളോ അല്ലെങ്കിൽ വെളുപ്പിക്കലോ അല്ലെങ്കിൽ ഈ ഒരു കുറ്റസമ്മതമോ കാര്യങ്ങളോ ഒന്നും വിലപ്പോകില്ല. എം.വി. ഗോവിന്ദൻ പറഞ്ഞല്ലോ, ഏകദേശം 8 മണിക്കൂർ നീണ്ടുനിന്ന ED റെയ്ഡ് ആയിരുന്നു, അതുകൊണ്ടാണ് പ്രക്ഷോഭം ഉണ്ടായത് എന്ന്. അപ്പൊ ED റെയ്ഡ് എന്താണ്, പ്രോട്ടോകോൾ എന്താണ്, അവിടെ എന്താണ് നടക്കുന്നതെന്നും അറിയാനുള്ള ബോധമൊന്നും ഇല്ലാതായി പോയത്. ഇതിനു മുമ്പ് പല CPM നേതാക്കളുടെ വീട്ടിലും അല്ലെങ്കിൽ ഓഫീസുകളിലും ഇതുപോലെ ED റെയ്ഡ് നടത്തുന്നുണ്ട്. ആ സമയത്തൊന്നും ഇല്ലാത്ത വികാരക്ഷോഭമാണ് ഈ ഒരു CPM പ്രവർത്തകരിൽ നിന്ന് ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഈ പിണറായി വിജയൻ എന്നുള്ള ഒരു പാർട്ടിയാണ് CPM-ന്റെ മുഖം എന്നത്. അങ്ങനെ ഒരാളിലേക്ക് CPM ചുരുങ്ങിയതിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മൾ ഈ ഒരു തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആ ഒരു ആക്രമണത്തിൽ ഉണ്ടായത്. ആ വ്യക്തിപൂജ അവസാനിപ്പിച്ച് എന്ന് പാർട്ടിയാണ് വലുത് എന്ന രീതിയിൽ മുതിർന്ന നേതാക്കൾക്ക് ഒരു മനോഭാവം വരുന്നുവോ അന്ന് ഈ ഒരു പാർട്ടിക്ക് വ്യക്തമായുള്ള ഒരു തിരിച്ചറിവ് വന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ.